ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്ത് തലസ്ഥാനത്ത് എത്തിച്ച് കോടതിയിലേക്ക് ഹാജരാക്കുന്നുണ്ട് എന്ന് ടി.ജി. മോഹൻദാസിനെ കാണാൻ ബി.ജെ.പി നേതാക്കളെത്തി. മോഹൻദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. കസ്റ്റഡിയിൽ വേണ്ടെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. കലാപ ആഹ്വാനം ഉൾപ്പെടെ 4 കുറ്റങ്ങളാണ് ഈ ടി.ജി. മോഹൻദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നമുക്ക് അല്പസമയം മുമ്പ് ബി.ജെ.പി എസ് സുരേഷിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. ആ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. ഞാൻ പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞവരെ സ്വസ്ഥമായിട്ട് കൈയും വീശി നടക്കാൻ അനുവദിക്കുന്ന രമേശ് ചെന്നിത്തല ഈ ടി.ജി. മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇതുപോലെ നിയമപരമായി എടുക്കാൻ പാടില്ലാത്ത കേസുകൾ എടുത്തിട്ട് എന്തിനാണ് പീഡിപ്പിക്കുന്നത്? ഈ പീഡനം എന്ന് പറയുന്നത് ഒന്ന് രാജ്യദ്രോഹികളുടെ കയ്യടി വാങ്ങാനാണ്. മാത്രമല്ല മറ്റൊരു ലക്ഷ്യവും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർക്ക് ഇന്ന് ദുരിതബാധിത സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ജനം അവർക്കെതിരെ പ്രതികരിച്ചു വരികയാണ്. ഞങ്ങൾ ഇന്നലെ കടലോര മേഖലയിൽ പോയിരുന്നു. കടലോര മേഖലയിൽ ഈ കേരളത്തിലെ ഇവിടുത്തെ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗ് അടികൂടിയിട്ടാണ് വാങ്ങിയത്. ആ ഫിഷറീസ് മന്ത്രി ഇതുവരെ മരണപ്പെട്ടവരോ നഷ്ടപ്പെട്ടവരോ ആയിട്ടുള്ള ഒരാളുടെ വീട്ടിലും ഫിഷറീസ് മന്ത്രിക്ക് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ ഇനി അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ അടിച്ചോടിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനെ സമ്പൂർണ്ണമായിട്ടും പരാജയപ്പെട്ട ഈ മഴയും പ്രളയവും കൊണ്ടുണ്ടായ ദുരിതത്തെ പരിഹരിക്കുന്നതിന് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, നഷ്ടപ്പെട്ടു പോയ മത്സ്യപ്രവർത്തകരെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, അങ്ങേയറ്റം പിടിപ്പുകെട്ട കഴിവുകെട്ട ഒരു സർക്കാരിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കുമെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് വിഷയം മാറ്റുന്നതിന് വേണ്ടിയുള്ള ചില അടവ് നയങ്ങളും കൂടിയാണ് ഇതൊന്നും രാഷ്ട്രീയപരമായിട്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. അർജുൻ അയങ്കി എവിടെ ഇരിക്കുന്നു? ടി.ജി. മോഹൻദാസ് എവിടെ ഇരിക്കുന്നു? എന്താ ചോദ്യം? നിങ്ങൾക്ക് ഇത് അർജുൻ അയങ്കി ഇതേപോലുള്ള ആളാണോ? ആണോ? അല്ല, നിങ്ങൾ അർജുൻ അയങ്കിയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ആളാണോ? അർജുൻ അയങ്കി എന്ന് പറയുന്ന ബോൺ ക്രിമിനലിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാരോട് ഉത്തരം പറയാൻ ഞാനില്ല. ഓക്കെ, നമസ്തേ. താങ്ക് യു. എസ് സുരേഷ് തിരുവനന്തപുരത്ത് തത്സമയം കണ്ടതാണ്. ടി.ജി. മോഹൻദാസിനെ അല്പസമയം അതിനകം കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ബി.ജെ.പി നേതാക്കൾ ഇങ്ങനെ വിഷം തുപ്പുന്ന ഒരാളെ എന്തിനാണ് ബി.ജെ.പി നേതാക്കൾ സംരക്ഷിക്കുന്നതെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമില്ലേ? ഈ പറയുന്ന ടി.ജി. മോഹൻദാസിനെ കാണാൻ അവിടേക്ക് ചെന്നിരിക്കുന്നു ബി.ജെ.പി നേതാക്കൾ. അതിനുശേഷമാണ് ഈ വിഷം തുപ്പുന്ന, എന്താണ് പറഞ്ഞതെന്നൊന്നും ഇപ്പോൾ പറയുന്നില്ല, അതേപോലെ വിഷം തുപ്പുന്ന ടി.ജി. മോഹൻദാസിനെ ന്യായീകരിക്കുകയാണോ സംസ്ഥാനത്തെ ബി.ജെ.പി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. സംസ്ഥാന പോലീസ് ഇന്ന് ഈ ടി.ജി. മോഹൻദാസിനെ റിമാൻഡ് ചെയ്യണം എന്നാവശ്യപ്പെടും. ജാമ്യാപേക്ഷ സ്വാഭാവികമായും ടി.ജി. മോഹൻദാസിൻ്റേത് അവിടെ വരുന്നുമുണ്ടാകും. ഇയാളെ കസ്റ്റഡിയിൽ വേണ്ട എന്നുള്ളതാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ബി.ജെ.പി പറഞ്ഞു വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ, ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരടക്കമുള്ളവർക്ക് തീരത്തെത്താൻ വലിയ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ടി.ജി. മോഹൻദാസിനെ കസ്റ്റഡി എടുത്തത് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നുമല്ല. പക്ഷേ വേറെ കാര്യമുണ്ട്. ഈ അയങ്കിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒക്കെ തന്നെ ടി.ജി. മോഹൻദാസിനെതിരായ നടപടി കൂടുതൽ വേഗത്തിലാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ അപ്പോഴാണ് ടി.ജി. മോഹൻദാസിനെ ന്യായീകരിച്ചുകൊണ്ട് ബി.ജെ.പിയുടെ നേതാക്കൾ അടക്കമുള്ളവർ എത്തുന്നത്, ബി.ജെ.പി നേതാക്കൾ അടക്കമുള്ളവർ എത്തുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അല്പസമയത്തിനകം ഹാജരാക്കും ടി.ജി. മോഹൻദാസിനെ തിരുവനന്തപുരത്തെ കോടതിയിൽ. റിമാൻഡ് ചെയ്യുമോ അതോ ജാമ്യം കൊടുക്കുമോ എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അഞ്ജു ജയപ്രകാശ് ആയിരുന്നു. അഞ്ജു, ന്യായീകരിക്കുകയാണല്ലോ ബി.ജെ.പി നേതാക്കൾ ഈ പറയുന്ന വിഷം തുപ്പുന്ന ടി.ജി. മോഹൻദാസിനെ? ജോഷി, അല്പം മുമ്പാണ് ഈ ബി.ജെ.പി നേതാക്കൾ ഈ ടി.ജി. മോഹൻദാസിന്റെ പ്രസ്താവനയെ ന്യായീകരിക്കുന്നത്. നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആഭ്യന്തര വകുപ്പ് എടുത്തിട്ടുള്ള ഈ നടപടി അത് തെറ്റാണ്, അത്തരത്തിൽ വേട്ടയാടപ്പെടേണ്ട ഒരാളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, മുൻപ് ഇതുപോലെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള ആളുകളുടെ നടപടിയും അങ്ങപ്പോൾ അനുകൂലിക്കുന്നുണ്ടോ, ആ നടപടിയും തെറ്റാണെന്നാണോ കരുതുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് രണ്ടും രണ്ട് തരത്തിലാണ്. ടി.ജി. മോഹൻദാസ് അർജുൻ അയങ്കിയെ പോലുള്ള ഒരു വ്യക്തിയല്ല, അങ്ങനെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആളുമല്ല,
അത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കപ്പെടേണ്ട ആളുമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള അത്രയും വലിയ പ്രസ്താവന നടത്തിയിട്ടുള്ള വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ള ആള് നിയമ നടപടി നേരിടേണ്ട ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയധികം പ്രകോപനം കൊള്ളേണ്ട ആവശ്യമില്ല. നിയമ നടപടികൾ പോലീസ് അതിന്റെ വഴിക്ക് തന്നെ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര വകുപ്പ് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. ആ നടപടിയുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. അദ്ദേഹം തന്നെ ടി.ജി. മോഹൻദാസ് തന്നെ ഈ പോലീസുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് കണ്ടെടുത്തിട്ടുമുണ്ട്. ഈ യൂട്യൂബിലുള്ള മറ്റ് വീഡിയോകളൊക്കെ നീക്കം ചെയ്യാനുള്ള നടപടിയുമായിട്ട് പോലീസ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതിനിടയിലാണ് BJP നേതാക്കൾ ഞാനിപ്പോൾ നിൽക്കുന്നത് തൈക്കാടുള്ള ഈ പോലീസ് ട്രെയിനിങ് കോളേജിന് മുന്നിലാണ്. ഇവിടെ എത്തിയിട്ടാണ് BJP നേതാക്കൾ കണ്ട് മടങ്ങിയിരിക്കുന്നത്. RSS പോലും തള്ളിയെടുത്താണ് BJPക്ക് ഇത്ര അധികം സ്നേഹം ടി.ജി. മോഹൻദാസിന് ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ആ പ്രസ്താവനയെ തള്ളുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെതിരെയുള്ള ഈ നിയമ നടപടിയിൽ കടുത്ത എതിർപ്പുണ്ട്. ഈ പ്രളയകാലത്ത് സർക്കാരിന് വലിയ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ആ വീഴ്ച മറച്ചുവെക്കാനുള്ള നീക്കമാണ് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല VD സതീശനും രമേശ് ചെന്നിത്തലയുമായിട്ട് വലിയ മത്സരം നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കേസുകളൊക്കെ എന്നൊക്കെയാണ് BJP നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണം. എന്തായാലും കേസ് ഏത് വഴിക്ക് പോകും എന്നത് ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിയമ നടപടി ഇതൊരു താക്കീത് കൂടിയാണ്. സൈബർ ഇടത്ത് എന്തും പറയാം, സ്ത്രീകൾക്കെതിരെ എന്തും പറയാം എന്നൊക്കെ പറയുന്ന ആളുകൾക്ക് ഇതൊരു താക്കീതാണ്. ആഭ്യന്തര വകുപ്പിന്റെ ഈ നടപടിക്ക് നമ്മൾ കൈയടിക്കേണ്ടത് തന്നെയാണ്. ഇത്തരം നടപടി ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നവർക്കെതിരെ തുടർന്നും നടപടികൾ ഉണ്ടായും. സൈബർ ഇടത്തായാലും ഇനിയിപ്പോൾ നിരത്തിലായാലും ഇത്തരമുള്ള പ്രശ്നങ്ങൾ ആ തരത്തിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും അല്പസമയത്തിനകം തന്നെ ടി.ജി. മോഹൻദാസിനെ മെഡിക്കൽ പരിശോധനയ്ക്കായിട്ട് പുറത്തേക്ക് ഇറക്കും. അതിനുശേഷം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക. അതിനുശേഷം കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ജോഷി. യെസ്, അഞ്ചു ആണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. പാലക്കാട് അഞ്ജു ജയപ്രകാശാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ പറയുന്ന ടി.ജി. മോഹൻദാസിൻ്റെ കാര്യത്തിൽ എന്താണ് പോലീസിൻ്റെ നിലപാട് എന്നുള്ളത് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അറിയാം. ഇന്നലെയൊക്കെ പറഞ്ഞു കേട്ടിരുന്നു മോഹൻദാസിനെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടെന്ന കാര്യമില്ല, സാഹചര്യമില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും റിമാൻഡ് ചെയ്യാൻ പോലീസ് ആവശ്യപ്പെടും, പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. അതല്ല ടി.ജി. മോഹൻദാസിൻ്റെ ജാമ്യാപേക്ഷ സ്വാഭാവികമായും അങ്ങനെയെങ്കിൽ കോടതിയുടെ മുമ്പിലേക്ക് വരികയും ചെയ്യും. അപ്പോഴുയരുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, BJP നേതാക്കൾ എന്തിനാണ് ഇങ്ങനെ പിറകെ നടന്ന് പിന്തുണയ്ക്കുന്നത്? അവർ പറയുന്ന ന്യായങ്ങളൊക്കെ എത്രത്തോളം ശരിയാണെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉണ്ടല്ലോ. Big TV, without fear or favor.